ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാലേട്ടൻ സത്യൻ അന്തിക്കാട് മൂവി ഹൃദയപൂർവ്വം കണ്ടു, ഇഷ്ടപ്പെട്ടു. ഒരു ടിപ്പിക്കൽ സത്യൻ അന്തിക്കാട് മൂവി എന്താണോ അതാണ് ഹൃദയപൂർവ്വം. സത്യൻ അന്തിക്കാട് മൂവിയിൽ നിന്ന് ഒരു പടി മുകളിലോട്ടും ഇല്ല, ഒരു പടി താഴോട്ടും ഇല്ല. പുള്ളിയുടെ ആ ഒരു ലെവൽ ഉണ്ടല്ലോ, അത് കറക്റ്റ് മീറ്ററിൽ ഈ ഒരു സിനിമ കീപ്പ് ചെയ്ത് പോകുന്നുണ്ട്. മകനായ അഖിൽ സത്യൻ തന്നെയാണ് ഈ ഒരു സിനിമയുടെ സ്റ്റോറി റൈറ്റ് ചെയ്തിരിക്കുന്നത്. എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് രാവിലെ സിനിമയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. മുൻപ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതിന്റെ പേരിൽ മാത്രം ഇന്ന് രാവിലെ സിനിമയ്ക്ക് പോയതാണ്. കാര്യം മെനങ്ങാന്ന് ഒരു 3 hours ആണ് ഉറങ്ങിയത്. ഇന്നലെയും ഒരു 2.5 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയത്. ഉറക്കം ഉണ്ടായിരുന്നില്ല. അപ്പൊ രാവിലെ എണീറ്റ് പോകാൻ ചെറിയൊരു മടി ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു പടം മോശമാണെങ്കിൽ തിയേറ്ററിൽ പോയിരുന്ന് ഉറങ്ങേണ്ടി വരും. പക്ഷേ 2.5 മണിക്കൂർ ഈ ഒരു സിനിമ എന്നെ പിടിച്ചവിടെ ഇരുത്തിയെന്നുള്ളതാണ്. കുറെ നല്ല കോമഡികൾ ഉണ്ടായിരുന്നു, ദ്വയാർത്ഥ പ്രയോഗങ്ങളൊന്നും ഇല്ലാത്ത, നമുക്ക് വളരെ വളരെ ഫീൽ ഗുഡ് ആയിട്ടിരുന്ന് കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന കുറച്ചധികം കോമഡികളൊക്കെ ഉള്ള ഒരു വളരെ ചെറിയ ഭയങ്കര ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവി. നല്ല ഭംഗിയുള്ള വിഷ്വൽസ്, പ്രത്യേകിച്ച് പൂനെയിൽ വെച്ചിട്ട് കുറച്ച് ഷോർട്സ് ഒക്കെ കാണിക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജി കിട്ടും. ഞാൻ കുറെ കാലം പൂനെയിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന പല സ്ഥലങ്ങളും ആ ഒരു റോഡിലൂടെ നടന്നു പോകുന്നതൊക്കെ ഞാനും അങ്ങനെ നടന്നു പോയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റാൾജി ഫീൽ ചെയ്യും. അതിനോടൊപ്പം ബ്ലെൻഡ് ചെയ്ത് പോകുന്ന ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറും എല്ലാം വളരെ ഒരു പക്ക ഒരു ഫീൽ ഗുഡ് മൂവിക്ക് എന്താണോ വേണ്ടത് അത് ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിക്കുന്നുണ്ട്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ആണ്. ഫസ്റ്റ് ഹാഫ് നല്ല രസമാണ് കണ്ടുകൊണ്ടിരിക്കാൻ. സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോഴത്തേക്ക് ചെറിയൊരു ലാഗ് ഉണ്ട്. സത്യൻ അന്തിക്കാട് മൂവിക്കകത്ത് ലാഗ് വേണ്ടത് ലാഗിങ് ഉണ്ട്. എല്ലാ മൂവിയിലും ചെറിയൊരു ലാഗിങ് ഒക്കെ ഉണ്ടാവും. അതായത് മൂവി ഡിമാൻഡ് ചെയ്യുന്നതാണ്. അതുപോലെയുള്ളൂ ഇതിനകത്തും. ആ കൂടി എനിക്ക് തോന്നിയ ഒരു പാളിച്ച എന്താണെന്ന് തോന്നിയത്, അതെന്റെ മാത്രം ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. സിനിമയുടെ ക്ലൈമാക്സിലോട്ട് വരുന്ന സമയത്ത് ഒരു ഇമോഷണൽ ഹുക്ക് എനിക്ക് അവിടെ വലിയൊരു കണക്ട് ആയിട്ടില്ല. അത്രയൊരു ഇമോഷണൽ ഹുക്ക് എനിക്ക് ഫീൽ ചെയ്തില്ല അവിടെ. അതൊഴിച്ചു കഴിഞ്ഞാൽ ബാക്കി സിനിമ മൊത്തത്തിൽ നല്ല രസമാണ് കണ്ടിരിക്കാൻ. ഭയങ്കര ഒരു ഫീൽ ഗുഡ് വൈബാണ് ഈ ഒരു സിനിമ നമുക്ക് സമ്മാനിക്കുന്നത്. ഒരു തരത്തിലുള്ള നെഗറ്റീവ് സാധനം ഇങ്ങോട്ട് വരുന്നില്ല. ഫുൾ പോസിറ്റിവിറ്റി. ഭയങ്കരമായിട്ട് പോസിറ്റിവിറ്റി ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ സിനിമ കാണണം. അത്യാവശ്യം നല്ലൊരു തിയേറ്ററിൽ നല്ലൊരു ഓഡിയൻസിന്റെ കൂടെ പോയി കണ്ടിരിക്കാൻ പറ്റിയ ഒരു മൂവിയാണ്. പിന്നെ ഇതിനകത്ത് ഏറ്റവും നല്ലൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇതിന്റെ കാസ്റ്റ് ആണ്. നമ്മൾ കണ്ടു പറഞ്ഞ കുറെ ആളുകളെ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഒക്കെ നിരന്തരം കാണുന്ന കുറെ ആൾക്കാർ ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിട്ടുണ്ട്. പഴയ തലമുറയും പുതിയ തലമുറയും കൂടെ ബ്ലെൻഡ് ചെയ്തിട്ടാണ് പുള്ളിക്കാരൻ ഈ ഒരു സിനിമയുടെ കാസ്റ്റിംഗ് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ ഒരു സിനിമയുടെ ത്രൂ ഔട്ട് മോഹൻലാലിന്റെ കൂടെ ഉള്ള ഒരു കഥാപാത്രമാണ് സംഗീത്, നമ്മുടെ പ്രേമലുവിനകത്തെ പയ്യൻ. അവരുടെ രണ്ടുപേരുടെ കോംബോ തന്നെ അങ്ങനെയാണ്. പുതിയ തലമുറ പ്ലസ് ഓൾഡ് തലമുറ ബ്ലെൻഡ്. അത് ഭയങ്കര രസമാണ്. ആ ഒരു അവരുടെ രണ്ടുപേരുടെയും കൂടെ ആ ഒരു ഇന്ററാക്ഷൻ കണ്ടിരിക്കാൻ തന്നെ. സംഗീതത്തിനകത്ത് ഒരു രക്ഷയിൽ അടിപൊളിയാണ് പുള്ളി. ജനാർദ്ദൻ ഇതിനകത്തുണ്ട്. അതുപോലെ തന്നെ നിഷാൻ, അപൂർവ രാഗത്തിനകത്തും ഋതുവിനകത്തൊക്കെ ഉള്ള പുള്ളി ഉണ്ടല്ലോ. പുള്ളിയെ കുറെ നാളായിട്ട് സിനിമയ്ക്കൊന്നും കാണാതിരിക്കുമായിരുന്നു. ബട്ട് പുള്ളി ഇതിനകത്ത് നല്ലൊരു റോള് ചെയ്യുന്നുണ്ട്. പിന്നെ സംഗീത, നമ്മുടെ പഴയ നടി ഉണ്ടല്ലോ, ഈ ചേച്ചി, ഇവരും ഇതിനകത്ത് നല്ലൊരു റോൾ ചെയ്യുന്നുണ്ട്. അതുപോലെ ലാലു അലക്സും നല്ല രസമാണ്. പിന്നെ ഇതിനകത്ത് മെയിൻ ലീഡിംഗ് ആയിട്ടുള്ള ഫീമെയിൽ ആക്ട്രസ് മാളവിക മോഹനാണ്. പുള്ളിക്കാരത്തേക്കും ആ ഒരു സിനിമയ്ക്ക് എന്താണോ ഡിമാൻഡ് ചെയ്യുന്നത് അത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്കോർ ചെയ്ത വ്യക്തികൾ ഒന്ന് മോഹൻലാൽ, പിന്നെ സംഗീത്, പിന്നെ നമ്മുടെ സിദ്ദിഖ് രക്ഷയില്ല കേട്ടോ. പുള്ളിയുടെ ക്യാരക്ടർ അടിപൊളിയാണ്. ഇതിനകത്ത് മോഹൻലാൽ ഒരു ക്ലൗഡ് കിച്ചൺ ആണ് നടത്തുന്നത്. ഈ മോഹൻലാലിന്റെ ക്ലൗഡ് കിച്ചണിൽ ഒരു പയ്യനുണ്ട്. അവിടുത്തെ ഓൾ ഇൻ ഓൾ ഇവനാണ് നോക്കുന്നത്. അവന്റെ ഭാഗ്യമാണ് സത്യം പറഞ്ഞ ഈ ഒരു സിനിമ. അവന്റെ പേര് എനിക്ക് അറിയില്ല. അവന്റെ ഒരു ഷോർട്ട് ഫിലിം ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ ആ ഷോർട്ട് ഫിലിം അത് ജീവിച്ച് കാണിക്കുകയാണ്. ആ സെയിം സാധനം തന്നെയാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് മോഹൻലാലുമായിട്ടുള്ള ആ ഒരു ഇന്ററാക്ഷൻ. അവൻ നല്ലൊരു ഭാവിയുള്ള ഒരുത്തനാണ്. അവൻ ഇനിയും സിനിമയിൽ കാണാൻ സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. ബ്രോ, നിന്റെ പേര് എനിക്കറിയില്ല, ബട്ട് നീ നല്ല രസമാണ് ഇതിനകത്ത്. ഉള്ള കാര്യം പറയാം, സിനിമ കണ്ടവർക്ക് മനസ്സിലാവും. ആശീർവാദിന്റെ സിനിമയാണിത്. അപ്പൊ പിന്നെ ആശീർവാദിന്റെ സിനിമയ്ക്കകത്ത് പുള്ളിപ്പൂട്ടിനകത്ത് വീരിയുടെ തന്നെ ആരുണ്ടായിരിക്കും? ആന്റണി പെരുമ്പാവൂർ ഉണ്ടായിരിക്കും. ചില പുള്ളി ഇതിനകത്ത് പ്രൊഡ്യൂസറായിട്ട് തന്നെ ഒരു റോളും പുള്ളി ചെയ്യുന്നുണ്ട്. പിന്നെ സിനിമയ്ക്കകത്ത് 2 ചെറിയ കുഞ്ഞ് കെമിയോ റോൾസ് ഉണ്ട്. ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ആരൊക്കെയാണെന്ന്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോൾ വരുന്ന ഒരു ചേച്ചിയുണ്ട്. ട്രെയിലറിനകത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പുള്ളിക്കാരത്തി ഒരു 3 ഷോട്ടിലേ ഉള്ളൂ, പക്ഷെ വീഡിയോ കോളിനകത്താണെങ്കിലും നല്ല രീതിയിൽ അത് ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അഭിനയിച്ചവരാരും അത്ര അങ്ങോട്ട് വെറുപ്പിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. 2015 എന്നും എപ്പോഴുമാണ് സത്യൻ അന്തിക്കാടും മോഹൻലാലിന്റെയും ഏറ്റവും അവസാനം ഇറങ്ങിയ പടം. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ 10 കൊല്ലത്തിനിടയിൽ സത്യൻ അന്തിക്കാടും മോഹൻലാലിന്റെയും പേരിൽ ഒരു സിനിമ വന്നിട്ടില്ല. ഈ പടം എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ്. പോസിറ്റിവിറ്റി മാത്രം കിട്ടുന്ന വളരെ ഫീൽ ഗുഡ് ആയിട്ടുള്ള ഒരു മൂവി നിങ്ങൾക്ക് കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സിനിമയെ ടിക്കറ്റ് എടുക്കാം. കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ ശരി, എനിക്ക് ടാറ്റ, ബൈ ബൈ.